നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ത്രെഡ് വർക്ക് ആണ്. ഫുൾ സാരിയിലും ഒരു ത്രെഡ് വൂവൻ സ്റ്റൈലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആണ് എൻ്റയർ ബോഡി വരുന്ന സാരിക്ക്. നമുക്ക് കണ്ടാൽ ഒരു പ്രിന്റ് പോലെ തോന്നും, പക്ഷെ അത്ര ഫിനിഷിൽ വന്നിരിക്കുന്ന ത്രെഡ് വർക്ക് ആണ് സാരിയിൽ. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു വെഡിങ് പോലെയുള്ള ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാം, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതുപോലെയുള്ള ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാം. കാരണം ഇതിന്റെ ബേസ് വരുന്നത് പേൾ ക്രീമാണ്. പേൾ ക്രീമിൽ നല്ല പാറ്റേണിലാണ് ആ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ത്രെഡ് വൂവൻ സ്റ്റൈലിൽ. ഇത് സിമ്പിൾ ബോർഡറിലും ഒരു മെയിൻ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഇതിന്റെ ബോർഡറും പല്ലുവും വരുന്നത്, ബ്ലൗസും വരുന്നത്. നല്ലൊരു പാറ്റേണിൽ ജെറി വൂവൻ സ്റ്റൈലിൽ ഒരു പോൾക്ക ഡോട്ടിന്റെ പാറ്റേണിലാണ് ആ ഒരു ജെറി വൂവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡറാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് 2 ടോണിലാണ്. നല്ലൊരു ബ്ലൂ വരുന്നത്, ഒരു പീകോക്ക് ബ്ലൂ, ഗ്രേ, ഒരു ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന സാരിക്ക്. നമ്മൾ ഉടുത്താലും നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. സെമി സിൽക്കാണ്, സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഒതുങ്ങിയിരിക്കുന്ന പ്ലീറ്റ്സ് എല്ലാം വരുന്നത്. കണ്ടോ, നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും. എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. എൻ്റയർ ബോഡി ആ ഒരു ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർക്കിലായിരിക്കും വരുന്നത്. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. ഫുൾ ത്രെഡ് വർക്കിൽ തന്നെ വന്നിട്ട് 2 സൈഡിലും ആ ഒരു ജെറി വൂവൻ സ്റ്റൈലുള്ള മോട്ടീവ്സാണ് വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള വേറൊരു സാരിയുടെ ബ്ലൗസാണ് ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ കളറിലെ ബ്ലൗസാണ്. അങ്ങനെ ഒരു ബ്ലൂ കളറിലെ ബ്ലൗസും ഡ്രൈപ്പ് ചെയ്താൽ വേറൊരു ലുക്കായിരിക്കും സാരിക്ക്. നമ്മൾ കോട്ടൺ സിൽക്കോ പോളി കോട്ടനോ ഒക്കെയാണ്, അല്ലെങ്കിൽ പ്യുവർ സിൽക്കിലാണെങ്കിലും ഈ ഒരു പീകോക്ക് ബ്ലൂവിലെ ബ്ലൗസ് ഡ്രൈപ്പ് ചെയ്യുകയാണെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. സാരിയുടെ കൂടെ വരുന്നത് നല്ല ബ്ലൗസാണ്. ഇതേ പാറ്റേണിൽ തന്നെ ബോർഡറിന്റെ മുന്താണിയിലും വരുന്ന ഒരു ജെറി വൂവൻ ഒരു ഡോട്ട് പാറ്റേൺ ഉണ്ടല്ലോ, പോൾക്ക ഡോട്ടിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, സെയിം അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് സാരി. ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. സോഫ്റ്റ് സിൽക്കാണ്. ഇതാണ് ആ ബോർഡറിന്റെ ഡീറ്റെയിലിങ്. നല്ലൊരു പാറ്റേണിൽ ഒരു ആന്റി ഗോൾഡൻ ജെറിയിലാണ് നമ്മളൊരു സ്റ്റോൺ വെച്ചിരുന്ന പോലത്തെ ഒരു ഫീല് വരും. ആ ഒരു പാറ്റേണിലാണ് ഇതിൽ ആ ഒരു വർക്ക് വരുന്നത്. ഒരു സ്ക്വയർ മോട്ടീവ്സ് ആണ്. ഇതാണ് ആ ഒരു റിവേഴ്സ് സൈഡ് വരുമ്പം ഇങ്ങനെ വരും. ആ ഒരു ബോർഡറിന്റെ ഒരു ജെറിയിൽ തന്നെയുള്ള വീവിലാണ്. ഒരു സ്ക്വയർ മോട്ടീവ്സ് ആണ്. നമ്മൾ ഇന്നർ വീവിങ് പാറ്റേണിൽ സ്വീക്വൻസ് വർക്ക് വരുമല്ലോ, അതിനോട് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു പാറ്റേൺ വരുന്നത്. സ്ക്വയർ ആയിട്ട് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ത്രെഡ് വർക്കിൽ സാരിയുടെ ബോഡി വരുന്നത്. നല്ലൊരു പീകോക്ക് ബ്ലൂ, ഒരു പേസ്റ്റൽ ഗ്രീൻ, ഗ്രേ, റോയൽ ബ്ലൂ, ആ ഒരു ടോണിലാണ് ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും വരുന്ന സാരി. ആ ത്രെഡ് വർക്കിന്റെ റിവേഴ്സ് സൈഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് സെയിം. ബ്ലൗസ് കൂടി ഞാൻ ക്ലോസിൽ കാണിക്കാം. ആ ബോർഡറിൽ വരുന്ന അതേ പാറ്റേൺ തന്നെ, ബോർഡറിൽ മുന്താണിയിൽ വരുന്ന അതേ സ്റ്റൈലിൽ തന്നെ ആണ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. ബോർഡറിന്റെ സെയിം സ്റ്റൈലിൽ തന്നെ പല്ലു വരുന്നതും അതേ പാറ്റേണിൽ തന്നെ. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെയിം അതേ ഫ്ലോറൽ ത്രെഡ് വർക്ക് തന്നെ വന്നിരിക്കുന്ന സാരി. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേബി പിങ്കിലും സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് മൾട്ടി കളറിൽ തന്നെയായിരിക്കും. അതേ പാറ്റേണിൽ തന്നെ ജെറി വൂവൻ സ്റ്റൈലിൽ ആ ഒരു സ്ക്വയർ മോട്ടീവ്സിലാണ് ബോർഡർ വരുന്നത്. ബോർഡറും പല്ലും വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. ഫുൾ ത്രെഡ് വർക്കിലാണ് സാരി വരുന്നത്. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതാണ് കേട്ടോ 1 ലെയറിൽ സാരി. ഇത് പോൾക്ക അല്ല കേട്ടോ, ഇതൊരു സ്ക്വയർ മോട്ടീവ്സിലാണ് വരുന്നത്. സ്ക്വയർ പാറ്റേണിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയും ആ ഒരു പേൾ ക്രീമും സെയിം സ്റ്റൈലിൽ തന്നെയായിരുന്നു ബോർഡർ വന്നത്. നല്ല പാറ്റേണിൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഇതായിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു ലുക്കാണ് വരുന്നത്. നല്ല നീറ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഫുൾ വർക്കിൽ തന്നെ വന്നിട്ട് മുന്താണിയും ബോർഡറും വരുന്നത് സെയിം സ്റ്റൈലിൽ. ആ ഒരു ഗോൾഡൻ ജെറിയിലുള്ള സ്ക്വയർ പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ്. അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു സേജ് ഗ്രീൻ ആൻഡ് ഓഷ്യൻ ഗ്രീൻ ബ്ലെൻഡഡ് ആണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ത്രെഡ് വർക്ക് തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരി വരിക. ഇതായിരിക്കും പാറ്റേൺ വരിക. നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കസിൻസിന് ഡിഫറെന്റ് കളേഴ്സിൽ ഡ്രേപ്പ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. കാരണം പേൾ ക്രീം വന്നിട്ടുണ്ട്, ബേബി പിങ്ക് വന്നിട്ടുണ്ട്, ഓഷ്യൻ ഗ്രീൻ വന്നിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട് കളർ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇനി വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ജെറി വൂവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡറിൽ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ. ഇതിന് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഈ സാരിയുടെ ഈ ബോർഡറും ബ്ലൗസും ആണ്. ബോർഡറും ബ്ലൗസും മുന്താണിയെല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ്. നല്ലൊരു ലുക്കായിരിക്കും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പം ബ്ലൗസിന്റെ കൂടെ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. ട്രാൻസ്പെറൻസി ഇല്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സിൽക്കാണ്. ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണി ആൻഡ് സെയിം സ്റ്റൈൽ ബ്ലൗസ്.
നെക്സ്റ്റ് കളർ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേസ് വന്നിരിക്കുന്നത് ഫുൾ ബോഡി അതേ ത്രെഡ് വർക്കിൽ തന്നെ വന്നിരിക്കുന്നത്. നോർമലി ഇങ്ങനെ ഫുൾ ത്രെഡ് വർക്ക് വരുമ്പോൾ സാരീസ് എപ്പോഴും കുറച്ചൊരു ഹെവി ആയിരിക്കും, കുറച്ചൊരു വെയിറ്റ് തോന്നും. പക്ഷേ ഈ സാരി അങ്ങനെയല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. 1 ലെയറിലും ഫുൾ ത്രെഡ് വർക്ക് ഇതേ പാറ്റേൺ. ബോർഡർ വരുമ്പം ആ ഒരു സെറിവോൺ സ്റ്റൈലിൽ അതേ സ്ക്വയർ മോട്ടീവ്സിൽ തന്നെയായിരിക്കും. ബോർഡറും പല്ലും ബ്ലൗസും വരുന്നത് ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. മുന്താണി ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെ അതേ സ്റ്റൈലിൽ തന്നെ സെറിവോൺ പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വീണ്ടും പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ്. സോഫ്റ്റ് സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. ഇതിലും ത്രെഡ് വർക്ക് ആണ്. ഫുൾ ബോഡിയിലും ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട്. നല്ല കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു ലാവൻഡർ, പിങ്ക്, ഒരു ലൈറ്റ് ഗ്രേ ആ ഒരു ടോണിലാണ്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് ഫുൾ സാരി വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, ഒരു ത്രെഡ് വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണി ഒരു ബോർഡറിന്റെ പാറ്റേണിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു ആ സാരിക്ക്. സെയിം സ്റ്റൈൽ റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. സിൽക്ക് ലിനൻ ആണ്. പ്യുവർ സിൽക്കും പ്യുവർ ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ്, പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഒരു സിമ്പിൾ ബോർഡർ ആണ്, സിൽവർ സെറിയിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും മുകൾ ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ പ്ലെയിൻ വന്നിട്ട് അതിലൊരു ബുട്ടി വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ബോർഡർ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ്. സർക്കുലർ പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. നല്ലൊരു ബേർഡ് മോട്ടീഫും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും. മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ബോഡി വരുമ്പം സ്മോൾ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ലിനൻ സിൽക്ക് ആട്ടോ, സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. സിൽവർ സെറിയിലുള്ള സിമ്പിൾ ബോർഡർ. ഈ ഒരു പാറ്റേണിലാണ് സിൽവറിൽ ബോർഡർ വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ സിൽവറിൽ തന്നെ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും ഷോർട്ട് പല്ലു വരുന്ന സാരിക്ക്. പാറ്റേൺ ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്ന സാരി. ആ ഒരു മൾട്ടി കളറിൽ ബേബി പിങ്കിലാണ് ഈ ഒരു പാറ്റേണിൽ ത്രെഡ് വർക്ക് വന്നിട്ട് സിൽവർ സെറിയിലുള്ള മുന്താണി, ബ്ലൗസ് അതേ ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം ഫാബ്രിക്, സോഫ്റ്റ് പ്യുവർ സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. പേൾ ക്രീം, ഒരു ഐവറി ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെയാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ബുട്ടി വർക്ക് വരുന്നത്. ഒരു ത്രെഡ് വൂവൻ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. സെയിം ടോണിൽ തന്നെ സെൽഫ് വൂവൻ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു ബുട്ടി വർക്ക് വരുന്നത്. പ്ലെയിൻ അല്ല ബോഡി, അതിൽ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരി ആ ഒരു സെൽഫ് ബുട്ടി വർക്ക്. പേൾ ക്രീമിൽ തന്നെയുള്ള ത്രെഡ് വൂവൻ മോട്ടീവ്സ് വരുന്നുണ്ട് ഫുൾ ബോഡിയിലും. ഇതായിരിക്കും ആ ഒരു ബോഡിയിൽ വരുന്നത്. ബോർഡർ വരുന്ന ഈ ഒരു പാറ്റേണിലാണ് വിത്ത് സിൽവർ ബോർഡർ. ആൻഡ് സിൽവറിൽ തന്നെയായിരിക്കും ആ ഒരു ഷോർട്ട് മുന്താണി വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ്. നെക്സ്റ്റ് കളറ് ഫാബ്രിക് സെയിം തന്നെയാണ്. സിൽക്ക് ലിനൻ ആണ്. പ്യുവർ സിൽക്കും ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്, ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് കട്ട് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ സർക്കുലർ മോട്ടീവ്സിലുള്ള കട്ട് വർക്ക് ആണ്. ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. സിൽവർ ബോർഡർ ആണ് സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു അക്വാ ബ്ലൂ ആണ്, ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സീ ബ്ലൂ. സെയിം സ്റ്റൈലിൽ ബോഡി കംപ്ലീറ്റ് അതേ ആ ഒരു കട്ട് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ. സിൽവറിൽ തന്നെയുള്ള ഒരു സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. നല്ല കോമ്പിനേഷനിലുമാണ് സാരിയിൽ. അക്വാ ബ്ലൂവിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ട് പീക്കോ ഗ്രീനിലാണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത്. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. ഇതാണ് ആ കട്ട് വർക്ക് മോട്ടീവ്സ് വരുന്നത്. ഫുൾ ബോഡിയിലും ഇതേ മോട്ടീവ്സ് തന്നെയാണ് വരുന്നത്. ബോർഡർ വരുന്നത് സിൽവറിലാണ്. സിൽവർ സെറിയിലുള്ള ബോർഡർ. സിൽവർ സെറിയിൽ തന്നെയായിരിക്കും ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. നല്ല എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്ന് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാരീസും തന്നെ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നല്ലൊരു ഗ്രാൻഡ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ബോഡിയിൽ ഫുൾ ഇതേ കട്ട് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു സർക്കുലർ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയിലും വരുന്നത്. നല്ലൊരു ലേസ് വർക്കിന്റെ പാറ്റേൺ ആണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. വിത്ത് സിമ്പിൾ ബ്ലൗസ് വരുന്നത് അതേ ആ സിൽവർ സെറിവോൺ ലൈൻസിൽ ഒരു ബോർഡറിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. ബ്ലൗസിൽ കട്ട് വർക്ക് വരുന്നില്ല. എൻ്റയർ ബോഡിയും സാരി വരുന്നത് കട്ട് വർക്കിൽ തന്നെയായിരിക്കും. സെയിം ഫാബ്രിക്കും സെയിം പാറ്റേണും തന്നെയാണ്. സോഫ്റ്റ് പ്യുവർ സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് അക്വാ ഗ്രീൻ ആണ്. ഇതിന് മുൻപത്തെ സാരി അക്വാ ബ്ലൂ ആയിരുന്നു. ഇത് വരുന്നത് സീ ഗ്രീൻ. ഇതിലും ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഗ്രീനിലായിരിക്കും ഒരു കട്ട് വർക്കിന്റെ മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി വരുന്നത് വിത്ത് സിൽവർ ബോർഡർ. ഇതിന്റെ ആ ഒരു പാറ്റേൺ സിംഗിൾ ലെയറിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും സാരി വരിക. കട്ട് വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് സിൽവറിലായിരിക്കും. ഒരു സെറിവൻ ബോർഡർ, മുന്താണി, ബോഡിയിൽ ഫുള്ളി ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്.
പ്ലെയിൻ ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലും ആയിരുന്നു സാരീസ് വന്നത്. എല്ലാം ഒന്നിനൊന്ന് നല്ല കളക്ഷൻസ് ആയിരുന്നു. ഇത് ലാസ്റ്റ് സാരിയാണ്. ഫാബ്രിക് സെയിം തന്നെ, സിൽക്ക് ലിനൻ ആണ്. സിൽക്കും ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നല്ലൊരു ഗ്രീൻ ആണ് സാരി വരുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു വൈബ്രന്റ് കളറിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതും പാറ്റേൺ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ആ ഒരു കട്ട് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത് ഫുൾ ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. കട്ട് വർക്ക് മോട്ടീവ്സ് വന്നിട്ട് ഇതിൽ വരുമ്പം ഒരു 2 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ബോർഡർ വരിക. കൂടാതെ പല്ലു വരുമ്പം ഗീച്ച വുവൺ സ്റ്റൈലിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഒരു സെറി വുവൺ ലൈൻസും ഗീച്ച വീവിലുമാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നതും ലൈൻസിൽ തന്നെയാണ്. ഗോൾഡൻ സെറി ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്.